Students, നമ്മളെ അടുത്ത ടോപ്പിക്കാണ് ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ്. അതായത് നമ്മൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡിൽ 4ാമത്തെ മൊഡ്യൂളിലെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലുള്ള ടോപ്പിക്കാണ് എന്ത് ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് ആണ്. അതായത് എനർജി ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ, അല്ലെങ്കിൽ പൈപ്പ് ഫ്ലോയിലുണ്ടാണ് ഒരു പൈപ്പിനകത്തൂടെ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലോസസ് ആണ് ഒക്കർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മെയിനായിട്ട് 2 ലോസസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അതായത് എന്താണ് ലോസ് എന്നുള്ളത് പറയാം. ഇപ്പോൾ വെൻ എ ഫ്ലൂയിഡ് ഫ്ലോസ് ഇൻ എ പൈപ്പ് ലൈൻ ഇറ്റ് എക്സ്പീരിയൻസ് സം റെസിസ്റ്റൻസ് ടു ഇറ്റ്സ് മോഷൻ. ഇപ്പോൾ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് റെസിസ്റ്റൻസ് വരാം, തടസ്സങ്ങൾ വരാം അതിൻ്റെ ഒഴുക്കിനെ. ഇപ്പോൾ ഡ്യൂ ടു വിച്ച് ഇറ്റ്സ് വെലോസിറ്റി ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഹെഡ് ഓഫ് ദ ഫ്ലൂയിഡ് അവൈലബിൾ ഈസ് റെഡ്യൂസ്ഡ്. അല്ലേ, ഓരോ തടസ്സങ്ങൾ ഉണ്ടാവാം, ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിക്ക് എന്തെങ്കിലും അവിടെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ അങ്ങനെ തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ വെലോസിറ്റിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള നമുക്ക് ഹെഡിലോ എന്ത് വരാം, മാറ്റം വരാം, ഇല്ലെങ്കിൽ കുറഞ്ഞു പോകാം, റെഡ്യൂസ് ആവാം. ഇതിനെയാണ് എന്ത് ലോസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോസ് ഓഫ് എനർജി ഇൻ പൈപ്പ് ഫ്ലോ അല്ലെങ്കിൽ വാട്ട് ആർ ദ എനർജി ലോസസ് ഒക്കർ ഇൻ പൈപ്പ് ഫ്ലോ എന്ന് ചോദിച്ചാൽ അതിന് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മേജർ എനർജി ലോസസ് അല്ലെങ്കിൽ മേജർ എനർജി ലോസും മൈനർ എനർജി ലോസസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ മേജർ എനർജി ലോസസ് എന്ന് പറഞ്ഞാൽ മേജർ എനർജി ലോസ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ലോസാണ് എന്ത് മേജർ എനർജി ലോസ് എന്ന് പറയാം. അതായത് നോക്കുക, എനർജി ലോസ് ഒക്കേഴ്സ് ഇൻ എ പൈപ്സ് ഡ്യൂ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് കോൾഡ് മേജർ എനർജി ലോസ്. അതായത് പൈപ്പിനകത്ത് കൂടെ ഒരു വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിന് ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കൊണ്ട് ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ അവിടെ ലോസ് ഒക്കർ ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്തെന്ന് പറയുക, മേജർ എനർജി ലോസ് എന്ന് പറയുക. മൈനർ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ലോസ് ഒക്കർ ഇൻ എ പൈപ്പ് ലൈൻസ് ഡ്യൂ ടു sudden enlargement of pipe, sudden contraction, bend of pipe, obstruction, inlet and exit of the losses that inlet and exit, pipe fittings, flow regulating valves. അതായത് ചെറിയ ലോസ് ആണ്. ഇപ്പോൾ ഒരു പൈപ്പ് ഉണ്ട്, ഒരു ഡയമീറ്ററിൽ ഉള്ള പൈപ്പ് ഒരു സെർട്ടൈൻ ലെങ്ത് വരെ ഒരു സെയിം ഡയമീറ്ററിൽ തന്നെ പോയിക്കൊണ്ട് പെട്ടെന്ന് ആ പൈപ്പ് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യാണ്, അതിനാണ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ലോസ്. ദെൻ സഡൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഡയമീറ്ററിലൂടെ ഒരു പൈപ്പ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ആ പൈപ്പ് എന്താണ് ചെറിയ ഡയമീറ്റർ ആക്കിയിട്ട് മാറ്റുകയാണ്, അപ്പോൾ സഡനായിട്ട് കോൺട്രാക്ഷൻ വരികയാണ്. അതിനാണ് സഡൻ കോൺട്രാക്ഷൻ ഓഫ് പൈപ്പ് എന്ന് പറഞ്ഞാൽ. ബെൻഡ് ഓഫ് പൈപ്പ് നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ബെൻസ് പൈപ്പ് പ്ലംബിംഗ് വർക്ക് ഉണ്ടാകുമ്പോൾ പൈപ്പ് കണക്ട് ചെയ്യുമ്പോൾ ബെൻഡ് ഫിറ്റ് ചെയ്യല്ലേ, 2 പൈപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രിയിലേക്കുള്ള കണക്ഷന് വേണ്ടിയിട്ട് അല്ലേ. അങ്ങനെ ബെൻഡ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ലോസിന് ആണ് എന്തെന്ന് പറയാം, അവിടെ ലോസ് ഒക്കെ ചെയ്യും. അതിന് മൈനർ എനർജി ലോസ് ആണ്. ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്, പൈപ്പിൻ്റെ അകത്ത് വല്ല ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെന്നിരിക്കട്ടെ, വല്ല കല്ലോ വല്ല വുഡ് പീസോ എന്തെങ്കിലും വെള്ളത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ് എന്ന് പറയുക. ദെൻ ലോസസ് അറ്റ് ഇൻലെറ്റ് ആൻഡ് എക്സിറ്റ് ഓഫ് പൈപ്പ്. ഇപ്പോൾ പൈപ്പിൻ്റെ ഇൻലെറ്റിലേക്ക് വരുമ്പോൾ ഉള്ളൊരു ലോസ്, ഓക്കെ, വേറെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്നായിരിക്കും പൈപ്പിൻ്റെ ഇൻലെറ്റിലേക്ക് വരിക, ആ വരുമ്പോൾ എൻട്രി ചെയ്യുമ്പോൾ ഉള്ളൊരു ലോസ്. ദെൻ അതേപോലെ എക്സിറ്റ്, പൈപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ലോസ്, എനർജിയിൽ വരുന്ന ആ ഫ്ലോൻ്റെ വെലോസിറ്റിയിൽ വരുന്ന മാറ്റമാണ് അതുകൊണ്ടുണ്ടാവുന്ന ലോസ്. ദെൻ പൈപ്പ് ഫിറ്റിങ്സ് തന്നെയാണ്. എൽബോ വരും, എൽബോ ജോയിൻ്റ് ഉണ്ട്, ബെൻഡ് ഓൾറെഡി പറഞ്ഞാണ്, ടീ ജോയിൻ്റ് എല്ലാം പൈപ്പിൽ കണക്ട് ചെയ്യണം, ജംഗ്ഷൻ അല്ലേ, ഇതൊക്കെ കണക്ഷൻ വരുമ്പോൾ ഉണ്ടാവുന്ന ലോസ്. ദെൻ ഫ്ലോ റെഗുലേറ്റിംഗ് വാൾവ്സ്, പൈപ്പിൽ നമ്മൾ വാൾവ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഫ്ലോ റെഗുലേറ്റിംഗ് വാൾവ്സ് ഉണ്ടാവും, ആ വാൾവ് ഫിക്സ് ഫിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ലോസ്. ഓക്കെ, ഇതൊക്കെയാണ് മൈനർ എനർജി ലോസ് പറഞ്ഞത്. അപ്പോൾ ഈ മേജർ എനർജി ലോസ് പറഞ്ഞു മെയിൻലി ഡ്യൂ ടു ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ആണോ പറഞ്ഞത് അല്ലേ. മേജർ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് എന്തൊക്കെ, ഡാർസി വിസ്ബാക്ക് ഇക്വേഷനും ചെസീസ് ഫോർമുല, ഹേജൻ-പോയ്സ്ലി ഇക്വേഷൻ. ഓക്കെ, ഈ മൈനർ എനർജി ലോസസ് ഇതേപോലെ ഓരോന്ന് കാണേണ്ട റിലേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം ഇതോടൊപ്പം തന്നെ. ഓക്കെ, അതിൽ ഇതാണ് നോക്കുക, ലോസസ്, ഈ മൈനർ എനർജി ലോസസ് ഒക്കെയാണ് ഒന്ന് കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ. ഒന്ന് നോക്കുക, ഇപ്പോൾ ഒരു ടാങ്കിൽ നിന്ന് വേറൊരു ടാങ്കിലേക്ക് വെള്ളം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ബൈ യൂസിങ് പൈപ്പ്സ് വെച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടാങ്കിൽ നിന്ന് ഇവിടെ പൈപ്പിലേക്ക് കണക്ട് ചെയ്തു അല്ലേ. ഇതാണ് പൈപ്പ് മൊത്തം. ഇപ്പോൾ ഈ പൈപ്പിൻ്റെ ഇൻലെറ്റ് അല്ലേ ഇത് അല്ലേ. അപ്പോൾ ഈ ഇൻലെറ്റ് ഉണ്ട്, ഇവിടെ എന്ത് വരും, അപ്പോൾ ഈ പോയിന്റിൽ എന്ത് വരും, ഒരു ഇൻലെറ്റ് ലോസ് വരാം.
ക്ലിയർ? ഓക്കെ. ദെൻ നേരെ ഈ പൈപ്പ് വന്നു, ഇവിടെ ഒരു വാൾവ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. വാൾവ് ഇത്രയും വലുതാണ്. അപ്പോൾ എന്താണ്, പെട്ടെന്ന് പൈപ്പിൻ്റെ ഏരിയ ഒന്ന് കൂടുകയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പാൻഷനാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് എക്സ്പാൻഷൻ, സഡൻ എക്സ്പാൻഷൻ സംഭവിച്ചു അല്ലേ. അത് കഴിഞ്ഞ് നേരെ ഈ വാൾവ് ഇത്രയും സൈസ് ഉണ്ട്, ഈ ഒരു ഡയമീറ്ററാണ്. ദെൻ അത് കഴിഞ്ഞ് നേരെ ഇത് ചെറുതായി പൈപ്പ് നമ്മുടെ സാധാരണ ഡയമീറ്ററിലേക്ക് എത്തിച്ചു. അപ്പോൾ എന്താണ്, സഡൻ ആയിട്ട് എന്ത് ചെയ്തു, അവിടെ കോൺട്രാക്ട് ചെയ്തു. അതാണ് സഡൻ കോൺട്രാക്ഷൻ. ദെൻ ഇതിവിടെ ഒരു എൽബോ ഉണ്ട്, ഈ എൽബോ കൊണ്ടുണ്ടാവുന്നത്. ഇവിടെ ഒരു പൈപ്പിന് ബെൻഡ് ഉണ്ട്, അപ്പോൾ ബെൻഡ് കൊണ്ടുണ്ടാവണ ലോസ്. ഇവിടെ ഇത് ഔട്ട്ലെറ്റ് ആണ് അല്ലേ, എക്സിറ്റ് ആണ് അല്ലേ, എക്സിറ്റിൽ ഉണ്ടാവണ ലോസ്. ക്ലിയർ? ഇത്രയാണ് മൈനർ എനർജി ലോസസിനെ ഒരു ചെറിയൊരു ബ്രീഫ് ഡയഗ്രാം നമുക്കൊന്ന് മനസ്സിലാവാൻ എന്താണ് എങ്ങനെയാണ് ഒക്കെ അറിയാന്നുള്ളത്. ഓക്കെ. ദെൻ ഇവിടെ വാൾവ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വാൾവിൻ്റെ ഫിറ്റിംഗ് കൊണ്ട് ഉണ്ടാവുന്ന ലോസും കൂടി ഉണ്ട്. ഓക്കെ. ഫസ്റ്റ് വണ്ണാണ് എനർജി ലോസ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ഓഫ് പൈപ്പ്. പൈപ്പ് സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടുള്ള എനർജി ലോസ്, അതിനാണ് ബോർഡ കാർനോട്ട് ഇക്വേഷൻ കൂടി പറയും. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 തവണ ഇതിൻ്റെ ഡെറിവേഷൻ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോക്കുക, ഇതാണ് യൂഷ്വലായിട്ടുള്ള ഒരു പൈപ്പിൻ്റെ ഡയമീറ്റർ, D1 എന്ന് പറഞ്ഞ ഡയമീറ്റർ. ഈ D1 എന്ന് പറഞ്ഞ പൈപ്പിൻ്റെ ഡയമീറ്റർ ഇവിടെ നിന്നാണ്. ഇതാണ് കേട്ടോ പൈപ്പ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെ നിന്നാണേ. ഇതാണ് നമ്മളെ പൈപ്പ്, ഇതാണ്. അപ്പോൾ ഇവിടെ D1 എന്നുള്ള ഡയമീറ്റർ പെട്ടെന്ന് എന്ത് ചെയ്തു, D2 എന്ന് പറഞ്ഞ ഡയമീറ്ററിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ. അപ്പോൾ ഈ D1 ഡയമീറ്ററിലുള്ള വെലോസിറ്റി, D1 ഡയമീറ്റർ പൈപ്പിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റിനെ V1 എടുത്തു, ഇവിടെയുള്ള ഏരിയനെ A1 എടുത്തു, ഇതിലൂടെ ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ പ്രഷറിനെ P1 എടുത്തു. ഓക്കെ. ദെൻ അതേപോലെ തന്നെ D2 എന്ന് പറഞ്ഞ ഡയമീറ്ററിലേക്ക് എത്തിയ പൈപ്പിലുള്ള വെലോസിറ്റിനെ V2 എന്നും പ്രഷറിനെ P2 എന്ന് A2 എന്നും എടുത്തു. അപ്പോൾ അതിവിടെ കുറച്ച് തള്ളിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സെക്ഷൻ എടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ സെക്ഷൻ 1, സെക്ഷൻ 2 എന്ന് എടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ട് സെക്ഷൻ 2 ഇത്രയും ഡിസ്റ്റൻസ് എടുത്തു എന്ന് വെച്ചാൽ ഇവിടെ സഡനായിട്ട് എക്സ്പാൻഡ് ആവുകയാണ് അല്ലേ. ചെറിയ ഡയമീറ്റർ പൈപ്പിലൂടെ വെള്ളം മുഴുകുകയാണ്, എന്നിട്ട് പെട്ടെന്ന് ലാർജ് ഡയമീറ്റർ പൈപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. എത്തുമ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കാണിച്ചിട്ടുണ്ട്, അത് വെള്ളം ഒഴുക്കാണ് കാണിച്ചിട്ടുള്ളത്. ഈ സഡൻ ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് വെള്ളം ഇവിടെ ഈ പൈപ്പിൻ്റെ ഈ ഏരിയയിലൂടെ ഒന്നും ഒഴുകി പോവില്ല, നേരെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഈ പൈപ്പിൻ്റെ കോർണറിൽ, എക്സ്പാൻഡഡ് ആയിട്ടുള്ള പൈപ്പിൻ്റെ കോർണറിൽ എന്ത് എഡീസ് ഫോം ചെയ്യും. ഈ വെള്ളം എന്താണ്, ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, എഡീസ് ഫോം ചെയ്യും. ആ എഡീസ് കൊണ്ടുണ്ടാവുന്ന ലോസാണ് ഈ സഡൻ എക്സ്പാൻഷൻ കൊണ്ടുണ്ടാവുന്ന ഒരു മെയിനായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് എടുത്ത് ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു സെർട്ടൻ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ മാത്രമേ ഇവിടെ നിന്ന് ഈ ഒഴുകിയ വെള്ളം ഫുള്ളി നമ്മുടെ ഈ പൈപ്പിൽ ഒക്യുപ്പൈ ചെയ്യുള്ളൂ. അത് പൈപ്പിൻ്റെ വാൾസിൽ വാൾസിനെ ഫുള്ളായിട്ട് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കും. അപ്പോൾ ഒന്ന് ഏറ്റവും ചെറിയ ഏരിയയിൽ, അത് പൈപ്പ് 1ൻ്റെ ഉള്ള, അതായത് സ്മോൾ ഡയമീറ്ററിലുള്ള അവിടെ നമ്മൾ സെക്ഷൻ 1 എന്നും, ദെൻ ലാർജർ ഡയമീറ്ററുള്ള ഏരിയയിൽ എന്താണ് സെക്ഷൻ 2 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ എഡീസ് ഫോം ചെയ്തുകൊണ്ടാണ് എന്ത്, ലിക്വിഡിൻ്റെ സെപ്പറേഷൻ ഒക്കെ ചെയ്തത് അറ്റ് ദ ബൗണ്ടറി വാൾ ഓഫ് ദ പൈപ്പ് അല്ലേ. അവിടെ ഉണ്ടാവുന്ന ആ എഡീസ് ഫോം ചെയ്ത ആ ബൗണ്ടറി വാൾ എന്നുള്ള ലിക്വിഡിൻ്റെ സെപ്പറേഷൻ കൊണ്ട് അവിടെ ഒരു ലോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമ്മളിത് കാണാനായിട്ട് 2 സെക്ഷൻ കൺസിഡർ ചെയ്ത് പറഞ്ഞാൽ സെക്ഷൻ 1 സെക്ഷൻ 2 സെക്ഷൻ 1 ആണ് ബിഫോർ എൻലാർജ്മെൻറ്റ്, പൈപ്പ് എൻലാർജ് ചെയ്യുന്നതിന് മുൻപാണ് സെക്ഷൻ 1 എടുക്കേണ്ടത്. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എൻലാർജ്മെൻ്റ് ആണ്. ആഫ്റ്റർ എൻലാർജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എൻലാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മൾ ഈ ഫ്ലൂയിഡ് എന്താണ് ഫുള്ളി ഒക്യുപ്പൈ ചെയ്ത പോയിന്റിലായിരിക്കും, സ്ഥലത്തായിരിക്കും നമ്മൾ സെക്ഷൻ 2 എടുക്കേണ്ടത്. ദെൻ D1, A1, P1, V1 ഇതൊക്കെ പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ, ഏരിയ, പ്രഷർ, വെലോസിറ്റിയാണ്. അതേപോലെ D2, A2, P2, V2 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂസ് അറ്റ് സെക്ഷൻ 2 ഓക്കെ. ദെൻ ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് P0 എന്ന് പറയുന്നുണ്ട്. P0 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓഫ് ലിക്വിഡ് എഡീസ് ഓൺ ദ ഏരിയ A2 - A1. അതായത് ഇവിടെ നോക്കുക, ഇവിടെ എഡീസ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ. എഡീസ് ഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഏരിയയിൽ ആണ് എഡീസ് ഫോം ചെയ്തത്. അപ്പോൾ ഈ ഏരിയയിലുള്ള പ്രഷറിന് എന്താണ് P0 എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഏരിയ എന്തായിരിക്കും, ഇത് ഫുള്ളി ഒക്യുപ്പൈ ചെയ്ത ഏരിയ ആണ് പൈപ്പ്, അതിന് A2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത്രയാണ് A1 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ A2 നിന്ന് A1 മൈനസ് ചെയ്തിട്ടുള്ള ഏരിയ ആയിരിക്കും എന്ത്, ഇവിടെ ഈ എഡീസ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ.
അപ്പോൾ ആ ഏരിയ A2 മൈനസ് A1 എന്ന് പറഞ്ഞ ഏരിയയിലുള്ള പ്രഷറാണ് എന്ത് P0 എന്ന് പറയുന്നത്. അതാണ് എടുത്തിട്ടുള്ളത്. P0 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓഫ് ലിക്വിഡ് എഡീസ് ഓൺ ദ ഏരിയ A2 മൈനസ് A1 അല്ല. ദെൻ HLE ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് ഓഫ് പൈപ്പ് സഡനായിട്ട് എൻലാർജ് ചെയ്തുകൊണ്ടുള്ള ലോസ് ഓഫ് ഹെഡിനെ നമ്മൾ എന്തെന്ന് എടുക്കണം, HLE എന്നാണ് എടുക്കുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾ വേറെ ഒരു നൊട്ടേഷൻ കൂടി ഉണ്ട്. HLE എന്ന് മാത്രമല്ല, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യും, HE എന്നും പറയും കേട്ടോ. എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എക്സ്പാൻഷൻ ആണ്. അതിലെ എക്സ്പാൻഷനെയാണ് എന്ത് E എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഇതാണ് HLE ആണ്. HLE അല്ലെങ്കിൽ HE, അത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് ഓഫ് പൈപ്പാണ്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മുടെ പൈപ്പിൽ സെക്ഷൻ 1 സെക്ഷൻ 2 എന്താ വരിക, 1ൽ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, P1/ρg പ്ലസ് V1/2/2g പ്ലസ് Z1 വിച്ച് ഈസ് ഈക്വൽ ടു സെക്ഷൻ 2ൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, P2/ρg പ്ലസ് V2/2/2g പ്ലസ് Z2 പ്ലസ് എന്തും കൂടി ഉണ്ടാവും അല്ലേ. 1ൽ നിന്ന് സെക്ഷൻ 2ലേക്ക് പോകുമ്പോൾ അവിടെ ലോസ് ഉണ്ട് അല്ലേ. ആ ലോസിനാണ് എന്താ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെന്താ അതിനെന്താ നമ്മൾ കൂടുതൽ HLE ആണ്. അപ്പോൾ HLE എന്നിട്ടു. ദെൻ ഹൊറിസോണ്ടലാണ്, പൈപ്പിൻ്റെ സെൻറ്ററൊക്കെ സെയിം ആണ്, അതുകൊണ്ട് Z1 ഈക്വൽ ടു Z2 ആവും. അപ്പോൾ ഈ മേലത്തെ ഇക്വേഷൻ എങ്ങനെ ചെയ്താൽ P1/ρg പ്ലസ് V1/2/2g വിച്ച് ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2/2/2g പ്ലസ് HLE. ഇപ്പോൾ നമുക്ക് HLE എന്ന് മാത്രം ചെയ്താൽ എക്സ്പാൻഷൻ ഈക്വൽ ടു എന്നല്ല വേണ്ടത്, സഡൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു എക്സ്പാൻഷൻ ഈക്വൽ ടു എന്താണ്, ബാക്കിയുള്ള ടേമിനൊക്കെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുണ്ട്. സോ വി ക്യാൻ റൈറ്റ് P1/ρg മൈനസ് P2/ρg, അതായത് പിയുടെ ടേമിന് ഒരുമിച്ച് എഴുതി, അതായത് P1/ρg മൈനസ് P2/ρg, അതായത് വിയുടെ ടേമിന് ഒരുമിച്ച് എഴുതുമ്പോൾ പ്ലസ് V1/2/2g മൈനസ് V2/2/2g. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ലിക്വിഡ് ബിറ്റ്വീൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സെക്ഷൻ 1 സെക്ഷൻ 2 ഇടയ്ക്ക് എന്താണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യണം, ഈ സെക്ഷൻ 1 ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, അത് സെക്ഷൻ 2 ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, പ്രഷർ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. പ്രഷർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 1 പ്രഷർ ഇൻറ്റു ഏരിയ ആണ് പ്രഷർ ഫോഴ്സ്. അതുപോലെ തന്നെ ഇവിടെ സെക്ഷൻ 1 ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഡ്യൂ ടു ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ, അത് പ്രഷർ ഫോഴ്സ് ആണ് എന്ന് പറയുമ്പോൾ എന്താണ്, P1 ഇൻറ്റു A1 ആണ്. അതിൽ P2 സെക്ഷൻ 2 ഫോഴ്സ് എന്ന് പറയുമ്പോൾ പ്രഷർ ഫോഴ്സ് ആണ്, അതെന്താണ് P2 ഇൻറ്റു A2 ആണ്. ഇത് കൂടാണ്ട് അഡീഷണൽ ആയിട്ട് എന്താ ഉണ്ടാവുക, ഫോഴ്സ് ഡ്യൂ ടു പ്രഷറാണ് ഡ്യൂ ടു ഓഫ് ദ ലിക്വിഡ് എഡീസ് ആണ്. ഇവിടെ എഡീസ് ഫോം ചെയ്യണില്ലേ, ഈ എഡീസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രഷറാണ്. അവിടെ എന്താണ് അറ്റ് P0 ആണ് അല്ലേ. P0 ഇൻറ്റു അവിടുത്തെ ഏരിയ എന്താണ്, A2 മൈനസ് A1 അല്ലേ. അപ്പോൾ P0 ഇൻറ്റു A2 മൈനസ് A1 ചെയ്താൽ അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, P1 ഇൻറ്റു A1, അതായത് പ്ലസ് ഇതാണ് അല്ലേ, നോട്ട് P1 ഇൻറ്റു A1 പ്ലസ് P0 ഇൻറ്റു A2 മൈനസ് A1, P2 ഇൻറ്റു A2 മൈനസ് ആണ് വരിക, കാരണം എന്താണ്, ഇത് രണ്ടിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതുള്ളത്. സോ P1 ഇൻറ്റു A പ്ലസ് P0 ഇൻറ്റു A2 മൈനസ് A1 മൈനസ് P2 ഇൻറ്റു A2. അപ്പോൾ ആക്ച്വൽ മെഷർമെൻറ്റ്സിൽ എക്സ്പെരിമെൻ്റലി നമ്മൾ കാണിക്കുന്ന എന്താണ്, P0 എന്തെന്ന് കൊടുക്കുക, P1 എന്നാണ് കൊടുക്കുക എക്സ്പെരിമെൻ്റലി. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഈ ഇക്വേഷനിൽ P0 എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം, P1 ആയിട്ട് റീപ്ലേസ് ചെയ്യണം. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് P1 ഇൻറ്റു A1 പ്ലസ് P1 ഇൻറ്റു A2 മൈനസ് A1 മൈനസ് P2 ഇൻറ്റു A2. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ P1 ഇൻറ്റു A1 പ്ലസ് P1 ഇൻറ്റു A2 മൈനസ് P1 ഇൻറ്റു A1 മൈനസ് P2 ഇൻറ്റു A2. അപ്പോൾ ഇതിൽ P1 ഇൻറ്റു A1 മൈനസ് P1 ഇൻറ്റു A1 ക്യാൻസൽ ആവും, റിമൈനിങ് P1 ഇൻറ്റു A2 മൈനസ് P2 ഇൻറ്റു A2 ആണ്. ഇപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൽ A2 കോമൺ അല്ലേ, അപ്പോൾ P1 മൈനസ് P2 ഇൻറ്റു A2 എന്ന് എഴുതാം. ഇതിന് എന്ത് ചെയ്തു, ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ന്യൂട്ടൺസ് ലോ വെച്ചിട്ട്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വെച്ചിട്ട് നമുക്കറിയാം എന്താണ്, ഫോഴ്സ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നറിയാം അല്ലേ. അതോടൊപ്പം തന്നെ അതെന്താണ്, ഒരു മൊമെൻറ്റം ഇക്വേഷനാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലിക്വിഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നും കൂടി പറയാം അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താണ്, മൊമെൻറ്റം കാണുകയാണ്. സെക്ഷൻ 1 റേറ്റ് ഓഫ് മൊമെൻറ്റം കാണുകയാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് അറിയാം. അപ്പോൾ റേറ്റ് ഓഫ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ല. റേറ്റ് എന്ന് പറയുമ്പോൾ പെർ ടൈം അല്ലേ. സോ എന്താണ്, മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നത്തിങ്, മാസ് ഫ്ലോ റേറ്റ് ആണ്. മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ റേറ്റ് സെക്ഷൻ 1. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ρQ ആണ്. ρQ ഇൻറ്റു V1 ആണ്. ρQ ഇൻറ്റു Q ഇങ്ങനെ വന്ന് അല്ലേ. മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മാസ് പെർ സെക്കൻഡ് ആണ്. അത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്, വോളിയം പെർ സെക്കൻഡ് ആണ് അല്ലേ. ഇപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എടുക്കുക അല്ലേ. ആ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്, ഇവിടെ Q എന്ന് വരുന്നത് അല്ലേ, ഡിസ്ചാർജ് ആണല്ലോ.
അപ്പോൾ റോ ക്യൂ ഇൻറ്റു V1 എന്ന് എഴുതാം. വെലോസിറ്റി ഫ്ലോ സെക്ഷൻ 1 ആണ് അല്ലേ, V1. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ലിക്വിഡ് സെക്ഷൻ 2.2, സെക്ഷൻ 2.2ലുള്ള റേറ്റ് ഓഫ് മൊമെൻറ്റം റോ ക്യൂ ഇൻറ്റു V2 എന്നാണ് വരിക അല്ലേ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ലിക്വിഡ് ബിറ്റ്വീൻ സെക്ഷൻ 1.1 ആൻഡ് 2.2, സെക്ഷൻ 1.1ഉം സെക്ഷൻ 2.2ലും ഇടയ്ക്കുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, സെക്ഷൻ 2 മൈനസ് സെക്ഷൻ 1 അല്ലേ, അതാണ് റോ ക്യൂ V2 മൈനസ് റോ ക്യൂ V1 എഴുതാം. അപ്പോൾ റോ ക്യൂ ഇൻറ്റു V2 മൈനസ് V1. വി ഹാവ് ദ ഡിസ്ചാർജ് ഓഫ് ലിക്വിഡ് ത്രൂ പൈപ്പ്. നമുക്കറിയാം പൈപ്പിലൂടെ ഒഴുകുന്ന ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. നമുക്ക് ഇതാ ക്യൂ ഈക്വൽ ടു എന്താണ്, A2 V2 ഈക്വൽ ടു A1 V1 എന്ന് എഴുതാം അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ ഇക്വേഷനിൽ ക്യൂവിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ റോ ക്യൂ ഇൻറ്റു V2 മൈനസ് V1 എന്നാണ്. അവിടെ ക്യൂവിന് പകരം എന്ത് കൊടുക്കുന്നു, A2 V2 എന്ന് കൊടുക്കുന്നു. സോ റോ A2 V2 ഇൻറ്റു V2 മൈനസ് V1 എന്നായി. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ റോ A2 ഇൻറ്റു ഈ V2-നകത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ V2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 ഇൻറ്റു V2 ആയി. അപ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലിക്വിഡിലുള്ള നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ലിക്വിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്, ഫോഴ്സ് ഈക്വൽ ടു എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു എന്താണ്, ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കണ്ടുപിടിച്ച് എന്താണ്, റോ A2 V2 എന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ. അപ്പോൾ റോ A2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 V2 ആണ്. അപ്പോൾ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് നമുക്കിത് കിട്ടിയത് അല്ലേ. ഓൾറെഡി നമ്മൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ നെറ്റ് ഫോഴ്സ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നെറ്റ് ഫോഴ്സ് എന്താണ് ഇവിടെ കിട്ടുക, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് എഫ് എക്സ് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫ്രം ഇക്വേഷൻ 2. അതെന്താണ്, P1 മൈനസ് P2 ഇൻറ്റു A2 ആണ്. അപ്പോൾ P1 മൈനസ് P2 ഇൻറ്റു A2 വിച്ച് ഈസ് ഈക്വൽ ടു റോ A2 ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 ഇൻറ്റു V2. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ A2 ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ A2 ഉണ്ട്. അത് ക്യാൻസൽ ആയപ്പോൾ റിമൈനിങ് P1 മൈനസ് P2 ഈക്വൽ ടു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 ഇൻറ്റു V2 ആണ്. സോ ഇതിൽ റോ ഞാൻ ഈ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുമ്പോൾ P1 മൈനസ് P2 ബൈ റോ ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 V2 ആണ്. ഇതിനെ ഈ മേലത്തെ ഇക്വേഷനിൽ ഞാൻ രണ്ട് സൈഡും G കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സോ P1 മൈനസ് P2 ബൈ റോ G വിച്ച് ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 V2 ബൈ G എന്നാവും അല്ലേ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം, V2 സ്ക്വയർ ബൈ G മൈനസ് V1 V2 ബൈ G എന്ന് എഴുതാം അല്ലേ. നമുക്ക് ഇക്വേഷൻ 1ൽ നിന്ന് അറിയാം. ഇക്വേഷൻ 1 നമ്മൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്, HL ഈക്വൽ ടു P1 മൈനസ് P2 ബൈ റോ G പ്ലസ് V1 സ്ക്വയർ ബൈ 2G മൈനസ് V2 സ്ക്വയർ ബൈ 2G ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതാം, P1 മൈനസ് P2 ബൈ റോ G എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ P1 മൈനസ് P2 ബൈ റോ G മാത്രം നിർത്തിയിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ HLE മൈനസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് V2 സ്ക്വയർ ബൈ 2G എന്ന് എഴുതാം. ഓക്കെ, ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ P1 മൈനസ് P2 ബൈ റോ G എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ P1 മൈനസ് P2 ബൈ റോ G. ദെൻ ആ P1 മൈനസ് P2 ബൈ റോ Gനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം, ഇതല്ലേ V2 സ്ക്വയർ ബൈ G മൈനസ് V1 V2 ബൈ G എന്ന് എഴുതാം. സോ V2 സ്ക്വയർ ബൈ G മൈനസ് V1 V2 ബൈ G ഈക്വൽ ടു എന്തെന്ന് എഴുതാം, അതായത് ഇവിടെ ഇതിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ റിമൈനിങ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുമ്പോൾ V2 സ്ക്വയർ ബൈ G മൈനസ് V1 V2 ബൈ G വിച്ച് ഈസ് ഈക്വൽ ടു HLE മൈനസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് V2 സ്ക്വയർ ബൈ 2G. അപ്പോൾ HLE ആണ് വേണ്ട. അപ്പോൾ HLEന് മാത്രം നിർത്തിയിട്ട് ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ V2 സ്ക്വയർ ബൈ G ഇതിവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. V2 സ്ക്വയർ ബൈ G മൈനസ് V1 V2 ബൈ G ഇത് പ്ലസ് ആവും അല്ലേ, പ്ലസ് V1 സ്ക്വയർ ബൈ 2G ആവും ആൻഡ് മൈനസ് V2 സ്ക്വയർ ബൈ 2G ആവും. ഇത് സിംപ്ലിഫൈ ആണ്. സോ ഹെഡ് ലോസ് HLE ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G, കാരണം ഇവിടെ V2 സ്ക്വയർ ബൈ G ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെ V2 സ്ക്വയർ ബൈ 2G ഉണ്ട്. V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 V2 ബൈ G പ്ലസ് V1 സ്ക്വയർ ബൈ 2G എന്നായി അല്ലേ. ഇത് നമുക്ക് കിട്ടിയ ഫോം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്കിങ്ങനെ എഴുതാം. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. അതായത് നോക്കാം, നമുക്ക് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് V1 സ്ക്വയർ മൈനസ് 2V1 V2 പ്ലസ് V2 സ്ക്വയർ ബൈ 2G എന്നുള്ള ഫോമിലാണ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് നോക്കണ്ട, ഇവിടെ ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതെന്ന് പറയുമ്പോൾ എന്താണ്,
എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോമുലാണ്. സോ വി ക്യാൻ റൈറ്റ് HLE എന്ന് പറയുമ്പോൾ എന്താണ് V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓർത്ത് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു സഡൻ എക്സ്പാൻഷൻ ഉണ്ട്, അതിൽ സെക്ഷൻ 1 സെക്ഷൻ 2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പവഴി മനസ്സിലാക്കുക. V1 മൈനസ് സെക്ഷൻ 1 മൈനസ് സെക്ഷൻ 2 ആണ് കേട്ടോ. അപ്പോൾ V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ബൈ 2G എന്നാണ് HLE. Okay, this equation gives a loss of head due to sudden enlargement or expansion of pipe. Sudden enlargement എന്നും പറയും, എക്സ്പാൻഷൻ എന്നും പറയും. ഓക്കെ, ആ എൻലാർജ്മെൻറ്റ് എക്സ്പാൻഷനെയാണ് എന്ത് E എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ HLE എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ H സഫിക്സിൽ സ്മോൾ ലെറ്റർ ഇയിലും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് എന്ത് നമ്മളുടെ സഡൻ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ. ഇനി അടുത്തതാണ് എന്ത് എനർജി ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. അത് അടുത്ത വീഡിയോയിൽ പറയാം.